അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ TTQ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. മഖാരിജുൽ ഹുറൂഫ് അൽ അറബിയ, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹൽക്കാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആദ്യം തന്നെ നമുക്ക് സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. അപ്പം പാരായണം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആണ് പാരായണം ചെയ്യേണ്ടത്. ഓക്കെ, ആരായിരിക്കും പാരായണം ചെയ്യുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓക്കെ, അൽഹംദുലില്ലാ. നഫീസ താത്ത ഉഷാറായിട്ട് പാരായണം ചെയ്യുന്നത്. ചില ഹർഫുകളൊക്കെ ഒന്നും കൂടി ക്ലിയർ ആവാനുണ്ട്, അത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അപ്പോൾ നമുക്ക് ഒരു സൂറത്ത് ഫാത്തിഹയിലെ ഒരു ആയത്ത് തഹജ്ജി ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഞാനത് ചെയ്യാം. അന്ന് ഫസ്റ്റ് ഡേ നൗഷാദ് സാറ് ബിസ്മി ആയിരുന്നു ചെയ്തിരുന്നത്, ഓർമ്മ ഉണ്ടായിരുന്നു? ഉദ്ഘാടനത്തിന്റെ അന്ന് ഏതായിരുന്നു? രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി ഓക്കെ, അപ്പൊ റബ്ബിൽ നമുക്കൊന്ന് ബിസ്മി ഒന്ന് തഹജ്ജി ചെയ്യാം, ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ക്രമേണ അതിലേക്ക് പോവുകയാണല്ലോ. അപ്പൊ ബിസ്മി ഒന്ന് തഹജ്ജി ചെയ്യാം, ജസ്റ്റ് ഒന്ന് കേൾക്കാം. ബിസ്മിൽ, അതിന്റെ എങ്ങനെ നമ്മൾ തഹജ്ജി ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബ കസ്ര ബി, സീൻ സുകൂൻ ബിസ്, മീം കസ്ര മി, ബിസ്മി ഇസ്മുൽ ജലാലത്തില്ലാഹി. ബിസ്മില്ലാഹി ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദു ബിഹാ. لام شمسية مدغمة في الراء المفتوحة مفخمة الراء. ح سكون الرح. ميم فتحة ألف مد طبيعي حركتان ما الرحمن. نون كسراني الرحمن. بسم الله الرحمن. همسة وصل تسقط وصلا نبدأ بها. لام شمسية مدغمة في الراء المفتوحة مفخمة الراء. ح كسرة ياء مد عارض لسكون جائز. اثنان أو أربع أو ست حركات. ميم ساكنة عند الوقف. الرحيم. بسم الله الرحمن الرحيم. ഇപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളെ ക്ലാസ് പോകുന്നത്, ഓരോ അക്ഷരങ്ങളെയും എടുത്ത് പറഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മൾ അതിനാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യം, എന്ത് ചെയ്യണം? അക്ഷരങ്ങളുടെ പേര് കൃത്യമായിട്ട് പഠിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അത് അതുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ ഓരോ ഹാലുകൾ, കെസ്ര അതെന്താണ്, കെസ്ര എത്രാമത്തെ ഹാലാണ്, സുക്കൂൻ എത്രാണ്, അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിച്ചു വരും. അപ്പം നമുക്കത് എളുപ്പമാവും. പിന്നെ നമുക്ക് ഖുറാനിൽ ഏത് ആയത്തും ഏത് വാക്കും നമുക്ക് സിമ്പിളായിട്ട് പറയാൻ കഴിയും ആർക്കും. അതായത് ഒരു പിന്നെ ബേസിക് അലിഫ് ബ
ത മുതലാണല്ലോ ഇപ്പൊ നമ്മൾ തുടങ്ങുന്നത്. ഇനിയിപ്പോൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകാനിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്ക് ഏത് അറിയാത്ത ആളാണെങ്കിലും അവർക്ക് എളുപ്പത്തിൽ ഖുർആൻ വായിക്കാൻ കഴിയും എന്നുള്ളതാണ്, പാരായണം ചെയ്യാൻ കഴിയും. അതും നിയമത്തോടു കൂടി, അതിന്റെ നിയമം പാലിച്ചുകൊണ്ട് തന്നെ. കാരണം ആ ഒരു രീതിയിലായിരിക്കണം. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു റഹീം എന്ന് ഞാൻ നീട്ടി പറഞ്ഞു. അപ്പോൾ ഹ കസ്ര യ മദ് ആരിൽ സുക്കൂൻ ജായിസ് ഇസ്നാൻ ഔ അർബ ഔ സിത്ത ഹർക്കത്ത്. ഇപ്പൊ നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട, 2 or 4 ഹർക്കത്ത് സമയം കൊടുത്തിട്ട് വഖഫ് ചെയ്യണം എന്നാണ്. അപ്പൊ നമ്മളത് പറയുമ്പോൾ തന്നെ റഹീം ആ ഒരു ഈണത്തിൽ പോവുകയാണ്. ഇതേപോലെ ഓരോ അക്ഷരങ്ങളും റ ഫത്ഹ മുഫഖമ റ മുഫഖമ എന്താന്നൊക്കെ വരാൻ പോകുന്ന വിഷയമാണ് കേട്ടോ. അപ്പൊ അവിടെ അക്ഷരത്തിനൊരു ഗൗരവമുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആയത്തുകൾ കാണാം. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് പാരായണം ചെയ്യാം. നിങ്ങൾ മീൻസ് ഓരോരുത്തർ, അതായത് പാരായണം ചെയ്യാത്ത ഓരോരുത്തരായിട്ട് വന്നിട്ട് പാരായണം ചെയ്ത് തുടങ്ങാം നമുക്ക്. റീനത്ത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്വാഫാത്തി സ്വഫ ഫസ്സാജിറാത്തി സജ്റാ ഫത്താലിയാത്തി ദിക്റ. ഓക്കെ, ഉഷാറായിട്ടുണ്ട്. അക്ഷരങ്ങളുടെ ചില അക്ഷരങ്ങളൊക്കെ നമുക്ക് ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനുണ്ട്. ഉഷാറായിട്ട് പാരായണം ചെയ്യുന്നത്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അടുത്തൊരാള് ഈ ഈ ഈ രണ്ടായത്തൊന്ന് പാരായണം ചെയ്യും. ബിസ്മില്ലാഹ് ക്ലിയർ നോക്കട്ടെ. ഓക്കെ ഓടിക്കും. ഇന്ന ഇലാഹക്കും ലവാഹിദ് റബ്ബുസ് സമ വാഹിദ് റബ്ബു ഒന്ന് കൽക്കല ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വാഹിദ് ഓക്കെ. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വറബ്ബുൽ മശ്രിഖ് മശാരിഖ്. ഓക്കെ. ഇൻഷാ അല്ലാഹ് നല്ല ഈണമാണ്. ഒന്ന് കുറച്ചും കൂടി നമുക്കൊന്ന് ലെവലാക്കി എടുത്താൽ അടിപൊളി ആയിക്കോളും ഇൻഷാ അല്ലാഹ്. ശുക്രൻ, ജസാക്കല്ലാഹ്, ബാറക്കല്ലാഹു ഫീ. നെക്സ്റ്റ് അടുത്തൊരാള് പാരായണം ചെയ്യൂ രണ്ടായത്ത്. ഓരോ ഇന്ന സയ്യന്ന സമാഅദ്ദുനിയ ബിസീനത്തിൽ ഖവാകിബ് അവിടെ ബിസീനത്തിനിൽ കവാകിബ്. ഓക്കെ. ഇന്ന സയ്യന്ന സമാഅദ്ദുനിയ ബിസീനത്തിനിൽ കവാകിബ് വഹിഫ്ളം മിൻ കുല്ലി ശൈത്വാനിൻ മാരിദ്. ഓക്കെ. അഫ്സത്താത്ത പിന്നെ റിലാക്സ് ചെയ്ത് ഓതിയാൽ മതി, പിന്നെ മുറിച്ച് ഓതിയാൽ മതി. ആയത്ത് വളരെ സാവധാനത്തിൽ ഓതിയാൽ മതി. ചെറിയ ഭാഗങ്ങൾ ക്ലിയർ ആക്കാണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മൾ തുടങ്ങിയിട്ടുള്ളല്ലോ, അപ്പൊ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീ. അടുത്തൊരാള്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ യസ്മഊന ഇല്ലൽ മലഇൽ അഅ്ലാ വയുഖ്റഫൂൻ. നജാസ്, അവിടെ ചെറിയൊരു മാറ്റം. ഇല്ലൽ എന്നല്ല, ഇലൽ മലഇൽ അഅ്ല. ഇല അവിടെ യാ കട്ടാവുന്നുണ്ട്. ലാ യസ്മഊന ഇലൽ മലഇൽ അഅ്ല. ഒന്ന് ഓതിക്കോളൂ. ഓക്കെ. لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب. ഓക്കെ. ബറക്കല്ലാഹു ഫീ. പേരെന്തായിരുന്നു? നജാസ് തന്നെ ഇവിടെ കാണുന്ന ആരാ പേരെനിക്ക്? നിജാസ് തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, ഇല്ല ഇൻഷാ അല്ലാഹ്. ഏതായാലും ഉഷാറാണ്. പിന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്, തുടങ്ങുകയാണല്ലോ. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമുക്കൊക്കെ ശരിയാക്കി എടുക്കണം ഇൻഷാ അല്ലാഹ്. അടുത്തൊരാള് ഇത് പാരായണം ചെയ്യൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا من خفي
إلا من خطف الخطفة فأتبعه شهاب ثاقب ഓക്കെ. فاستفتهم ഫ ആ വേണ്ട. ഫസ്തഫ്തിഹിം فاستفتهم فاستفتهم أهم أشد خلقا أم من خلقنا. ഓക്കെ. അവിടെ അങ്ങനെ ഒക്കെ ഫ്രീ ആലോ അല്ലേ? ഓ വഖഫ് ചെയ്യാം. കറക്റ്റ് ആണ്. إنا خلقناهم من طين لزع മിൻ തീനിൽ من ലാസിബ്. طين لازب ഓക്കെ. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ. من طين لازب. ഓക്കെ. അൽഹംദുലില്ലാ. ചെറിയ ഭാഗങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. ഓക്കെ. ശുക്രൻ ജസാക്കല്ലാഹ് അഷ്റഫ് ഖാൻ. അടുത്തൊരാള്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل عجبت ويسخرون وإذا ذكروا لا يذكرون وإذا رأوا وإذا ذكروا കാഫിന് ശദ്ദുണ്ട്. وإذا ذكروا لا يذكرون. وإذا ذكروا لا يذكرون وإذا رأوا آية يستسخرون. يستسخرون. وإذا رأوا آية يستسخرون. ഓക്കെ. നമുക്ക് ശരിയാക്കി എടുക്കാം ഇൻഷാ അല്ലാ. ശുക്രൻ ജസാക്കല്ലാഹ്. ഇനി അടുത്തൊരാള്. أعوذ بالله الرحمن الرحيم وقالوا إن هذا إلا سحر مبين إذا متنا وكنا ترابا وعظاما أإنا لمبعوثون. ഓക്കെ. ബനസീർ എന്ന പേര് ഓതിയാളുടെ പേര് ബനസീർ എന്നാ? അതെ. ഓക്കെ. ഒന്ന് ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാ. ഒക്കെ റെഡിയാക്കി എടുക്കണം. ചെറിയ കാര്യങ്ങളുണ്ട്, റെഡിയാക്കി എടുക്കാം ഇൻഷാ അല്ലാ. അടുത്തൊരാള്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أوآباؤنا الأولون قل نعم وأنتم داخرون فإنما هي زوجة واحدة فإنما هي زجرة واحدة فإذا هم ينظرون. ഓക്കെ. ബറക്കല്ലാഹു ഫീ. ഇൻഷാ അല്ലാ. അടുത്ത ആയത്തില്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ക്ലാസ്സിന്റെ ഇടയിൽ പാരായണം ചെയ്യാണ്ടാവും. ആ സമയത്ത് ഇനി പാരായണം ചെയ്യാത്ത ആൾക്കാർ പാരായണം ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഈ അക്ഷരങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അലിഫ്, ബ, ത. ഓക്കെ. നാം ഓദിക്കുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പിൽ ഓതി ക്ലിയർ ആക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മള് മഖാരിജുൽ ഹുറൂഫാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഇതുണ്ടായിരുന്നു കോമൺ ആയിട്ട്? 5 ഭാഗത്തു നിന്നാണ്. എത്ര ഹർഫുകൾ ഉണ്ടായിരുന്നു? ശബ്ദമുള്ള എത്ര ഹർഫുകൾ ഉണ്ടായിരുന്നു? 28 ശബ്ദമുള്ള 28 അക്ഷരങ്ങൾ. വെരി ഗുഡ്. 28 അക്ഷരങ്ങൾ. അതെ. ശബ്ദമുള്ള 28. അപ്പൊ അതിൽ ഈ 28 അക്ഷരങ്ങളും പുറത്തു വരുന്നത് 5 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് അല്ലെ? 5 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് പുറപ്പെടുന്നത്. ഓർമ്മയുണ്ടോ ആ 5 എണ്ണം? ഓക്കെ. അൽഹംദുലില്ലാ. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഖൽഖ്, ലിസാൻ, ഷഫത്താൻ അല്ലെങ്കിൽ ഷഫ, ജൗഫ്, ഖൈഷും. ഓക്കെ.
നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹൽക്കാണല്ലോ. ഖലക്ക് ഹലക്കല്ല, ഹൽക്ക് തൊണ്ട. ഖൽഖ് ആ, തൊണ്ട. ഈ തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹർഫുകൾ എത്ര എണ്ണ? രണ്ടെണ്ണം എണ്ണം ആറെണ്ണം 6 അത് എത്ര പോയിന്റ്? തൊണ്ടയിലെ എത്ര പോയിന്റിൽ നിന്നാണ്? നിന്നായി 6 വെരി 3 ഗുഡ്. പോയിന്റ്. ആ 3 പോയിന്റ് ഒന്ന് പറയൂ. മുഗൾ ഭാഗം, മധ്യഭാഗം, ഖലക്ക് ലിസാൻ ഓക്കെ. അഫ്സൽ ഹൽക്ക്, മുകൾ ഭാഗം, മധ്യഭാഗം, വസ്തുൽ ഹൽക്ക്, താഴ്ഭാഗം. അദ്നൽ ഹൽക്ക്. ഓക്കെ. ഞാൻ ഇനി ഇത് ഓരോരുത്തരോട് ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു തന്നാൽ മതി. പേര് വിളിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി. സുബൈദ KV. ഓക്കെ. ആ, തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹർഫുകൾ എത്രയാണ്? അത് എവിടെ നിന്നാണ് എന്നൊന്ന് പറയൂ നിങ്ങൾ. 6 എണ്ണാണ്. ആ, അത് അഫ്സൽ ഹൽക്ക്, വസത്തുൽ ഹൽക്ക്, അദ്നൽ ഹൽക്ക്. വെരി ഗുഡ്. ആ 6 ഹർഫുകൾ ഏതായിരുന്നു? ഹംസ ഹ, ആ, ഐന് ഹ, ഓക്കെ. ഖൈന് ഖ. വെരി ഗുഡ്. അൽഹംദുലില്ലാ. ഞാൻ വേറൊരാളോടും കൂടി ചോദിക്കാം. ആണുങ്ങളിൽ നിന്ന് ഒരാളെ പേര് നോക്കട്ടെ. സാർ കേൾക്കാൻ പറ്റുമോ? ഓക്കെ. ഓക്കെ. അത് ആ, അതിനാൽ ഹൽക്ക് ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഓക്കെ. ആ ഹ. ഓക്കെ, വെരി ഗുഡ്. മിഡിൽ ത്രോട്ട് വരുന്നത് ഐന് ഹ, ആ ഹ. അപ്പുറത്തോട്ട് വരുന്നത് ഹ. ഓക്കെ. അപ്പൊ ചെറിയൊരു പിന്നെ അറബി പറഞ്ഞപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ട്. അതിന എന്ന് പറഞ്ഞ അദ്നൽ ഹൽക്ക് എന്ന് പറഞ്ഞതാണ് എന്താ അപ്പർ വരുന്നത്, ഏറ്റവും ടോപ്പ്. അക്സയാണ് ഏറ്റവും താഴത്ത്. ഓക്കെ. ചെറിയ അത് അങ്ങോട്ടും മാറിപ്പോയത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു, അത് വിഷയമല്ല. അക്സ എന്ന് പറയുന്നത് അങ്ങേ അറ്റം, അടിയിൽ, ബോട്ടം. പിന്നെ വസത്ത്, മിഡിൽ. പിന്നെ അതിന, ടോപ്പ്. ഇങ്ങനെ 3 എണ്ണമാണ്. കുഴപ്പമില്ല, ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഒരാളും കൂടി പറയണം. ഒരാളും കൂടി പേര് ഞാൻ നോക്കട്ടെ. ഓക്കെ. സഫിയ താത്ത. സഫിയ എന്നാണ് കാണുന്നത്. സഫിയ താത്ത. ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പറഞ്ഞോളൂ, ഹൽക്കിനെ കുറിച്ച് പറഞ്ഞോളൂ. നിങ്ങൾ മനസ്സിലാക്കി? ഹൽക്ക് തൊണ്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരങ്ങള്. ഓക്കെ. ഹൽക്ക് അതിന് അക്സൽ ഹൽക്ക്, ഹംസ് ഹ, വസ്തുൽ ഹൽക്ക്, ഐന് ഹ, അദ്നൽ ഹൽക്ക്, ഐന് ഹ. ഐനല്ല, ഗൈൻ ഖ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. എന്നിട്ട് അതിൽ ഓതാനൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഓതുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, മൈക്ക് ഓഫ് ആക്കിയോളൂ. ഹുറൂഫുൽ ഹൽക്ക് വ മഖാരിജുഹ. ഇതാണ് അ ഹ, അ ഹ, ഗ ഖ. وأغطش ليلها وأخرج ضحاها. പ്രത്യേകം ശ്രദ്ധിക്കുക. ضحاها, ഹാ. والأرض بعد ذلك دحاها. രണ്ടെണ്ണം നോക്കണം. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതാണ് ഈ കാണുന്നത്. അക്സൽ ഹൽക്ക്, വസത്തുൽ ഹൽക്ക്, അദ്നൽ ഹൽക്ക്. അതായത് പിന്നെ ഹൽക്കിന്റെ അക്ഷരങ്ങൾ 6 എണ്ണമാണ്. ആ 6 എണ്ണത്തില് പിന്നെ 6 ഹർഫുകൾ തൊണ്ടയുടെ 3 ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഉത്ഭവിക്കുന്നത്. ആദ്യത്തേത് തൊണ്ടയുടെ അങ്ങേ അറ്റത്തുനിന്നും 2 ഹർഫുകളാണ്. അത് ഹംസയും ഹാവും. ഹംസ അതായത് അ, ഹ, അ, ഹ, അ, ഹ, അ, ഹ. ഓക്കെ. രണ്ടാമത് വസത്തുൽ ഹൽക്കാണ്. വസത്ത്, മധ്യഭാഗം, മിഡിൽ പാർട്ട് വരുന്നതാണ്. അതാണ് ഐൻ. ഐൻ ഹ, ഐൻ ഹ, ഐൻ ഹ, ഐൻ ഹ.
പിന്നെ വരുന്നത് അദ്നൽ ഹൽക്കാണ്. അത് ടോപ്പ്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അപ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ ടോപ്പ് എന്നും പറയാം. അപ്പം അവിടുന്ന് വരുന്നത് 2 ഹർഫുകളാണ്. ഒന്ന് ഗൈൻ. പല ആളുകളും പറയുമ്പോൾ ഐനും ഗൈനും ഒരേപോലെ ആയി. ഒന്ന് ആ, മറ്റേത് ഗ. ഒരു ഗൗരവത്തിലായിരിക്കണം പറയുന്നത്. ഹർഫ് അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയും, എന്തുകൊണ്ടാണ് അത് ഗൗരവം എന്ന് വരാൻ കാരണം. ആ ഹർഫിന് കുറച്ച് പിന്നെ എന്താ പറയാ, ഓരോ അക്ഷരത്തിനും ഓരോ പിന്നെ പ്രത്യേകതകളുണ്ട്, സിഫത്തുകളുണ്ട്. നമുക്ക് തന്നെ നമ്മൾ പല ആളുകളും പല രീതിയിലായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഈ അതന്നെ ഓരോ ചില നമ്മളെ സ്വഭാവം തന്നെ നമുക്ക് പല സമയങ്ങളിൽ പല രീതിയിലായിരിക്കും അല്ലേ. നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ ഒരു സ്റ്റൈലിലായിരിക്കും, സ്നേഹത്തോടാണെങ്കിൽ ഒരു സ്റ്റൈലായിരിക്കും. ഇതേപോലെ ഹർഫുകളും കുറേ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ ആ ഐൻ എന്ന് പറയുന്നതും ഗൈൻ എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന് ഐൻ എന്ന് പറയുമ്പോൾ ഒന്ന് സ്മൂത്ത് ആയിട്ട് ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഗൈൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഗൗരവത്തിലാണ്. അതായത് പിന്നെ തൊണ്ടയുടെ ടോപ്പ് നിന്ന് വരുന്ന 2 ഹാർഫുകൾ ഗൗരവത്തിൽ സീരിയസ് ആയിട്ട് കുറച്ച് ഹെവി ആയിട്ട് പറയേണ്ടതാണ്. അപ്പോൾ പഠിക്കാം. അപ്പോൾ അത് പിന്നെ ഓക്കെ. ഇനി നമ്മൾ അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് തൊണ്ടയുടെ അങ്ങേ അറ്റത്തുനിന്ന് വരുന്ന 2 ഹാർഫുകൾ, ഹംസയും ഹാവും. ഈ 2 ഹാർഫുകളാണ്. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. അപ്പം ഞാനത് ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകും. വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹർഫുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നും വരുന്നത് 2 ഹർഫുകളാണ് അല്ലെ. 2 ഹർഫുകൾ, ഒന്ന് ഐൻ, പിന്നെ വരുന്നത് ഐനും ഹാവും ആവും ഹാവും ഒക്കെ ഒരേപോലെ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് നമുക്ക് അതിൻ്റെ പോയിന്റ് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് തന്നെ പുറപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഐൻ എന്നുള്ളത് ഇവിടാണ് കുറച്ചൊരു പ്രയാസമുള്ളൊരു ഹർഫാണ് ഐൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ വിക്സ് ഗുളികയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാറ്റ് വരലുണ്ടല്ലോ, അതേപോലെ തൊണ്ടയുടെ ഇങ്ങനെ അവിടുന്ന് ഒരു അപ്പോൾ അത് 2ആണ്. ഐൻ പിന്നെ ഓക്കെ. നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണത്തിലേക്കാണ് വരുന്നത്. ഇനി ഇതുവരെ പറയാത്ത ഒരാള് ഐനും ഹാവും, അതൊന്ന് പിന്നെ പറയാ. അതിൻ്റെ താഴെയുള്ള ലെറ്റർ ഒന്ന് വായിക്കുക, അതിൻ്റെ താഴെയുള്ളത് വായിക്കുക, അതിൻ്റെ താഴെയുള്ള വാക്കുകളൊന്ന് വായിക്കുക. ഒന്ന് നിങ്ങൾ തന്നെ ആരോ ഒരാൾ, ഇതുവരെ പറയാത്ത ഒരാൾ മൈക്ക് തുറന്നിങ്ങേറ്റ് പറഞ്ഞോളൂ. أنعمت علم علوم يعلم وأعلم عبدو വേണ്ട, وأعلموا. അടുത്തത് കേട്ടില്ല. أعبدو ആ അല്ല വരും അവിടെ. ഉഅ്ബുദു എന്നാണ് കേട്ടോ. ഉഅ്ബുദു ആ അല്ല, ആണ് വരിക. ഉഅ്ബുദു എന്നാണ്. അതായത് എന്തുകൊണ്ടാന്നൊക്കെ നമ്മൾ പഠിക്കും അവിടെ അങ്ങനെയാണ് ആ ഈ ഒക്കെ വരാന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്ത് അത് ക്ലിയർ ആയിക്കോളൂ. ഇപ്പൊ അതിനെ കുറിച്ച് ബേജാറാവണ്ട. തൊട്ട് താഴത്തതൊന്ന് വായിക്കൂ. ഹമീദ റഹിമ ഹുക്കുമു അഹ്മദു. ഹമീദ പറഞ്ഞോടത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. റഹിമ എന്ന് പറയുമ്പോ ഒന്നും കൂടി കുറഞ്ഞു.
പിന്നെ വരുന്ന ഉക്മൂൻ, ഉക്മുൻ. അത് അതേപോലെ തന്നെ വരണം. ഹമീദ, റഹിമ. ഹമീദ, റഹിമ, ഹുക്കുമും, ഒന്നുകൂടി. അഹ്മദു, ഹുക്മുൻ, ഹുക്മുൻ. ഹമീദ, ഹുക്കുമും, അഹ്മദു, ഇഹ്സാനു, മുഹ്സിനു. ഇഹ്സാനുൻ, മുഹ്സിൻ. ഓക്കെ. ബാറക്കല്ലാഹു ഫീ. അടുത്തൊരാള് പറയൂ ഇതൊന്ന്. രണ്ടാള് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഫാസിലത്താത്ത മൈക്ക് ഓഫ് ചെയ്തോളൂ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അൻഅംദ, ഇൽമുൻ, ഉൽമുൻ, ഉലൂമുൻ, യഅലമു, വഅലമു, അഅ്ബുദു. അല്ല, ഉഅ്ബുദു. ഉഅ്ബുദു. അതെങ്ങനെയാ വരാന്ന് പിന്നീട് നമുക്ക് പഠിക്കാം കേട്ടോ. നമ്മുടെ ടോപ്പിക്കിൽ വരുന്നൊരു വിഷയമാണ്, അതുകൊണ്ട് ഇപ്പം പറയുന്നില്ല. ഓക്കെ. തെറ്റല്ലേ? ലൈലാബിത്ത അല്ലേ? ലൈലാബിത്ത അല്ലായിരുന്നോ? ആ ഈ ആണോ? അല്ല. വെയിറ്റ്. ഒരു കാറ്റ് വരട്ടെ. അല്ല, അതേപോലെ തന്നെ. ഇത് ഒന്ന് തന്നെ. അത് ആ ഈ ഊ പറഞ്ഞ പോലെ തന്നെ ആ ഈ ഊ രണ്ടും ഒക്കെ ഒരേപോലെ ആയി പോകരുത്. മാറ്റങ്ങൾ വരുത്തണം, നിങ്ങൾ മാറ്റി കൊണ്ടുവരണം. ഓക്കെ. താഴത്തെ വാക്ക് വായിക്കൂ. ഹമീദ, റഹിമ, ഓക്കെ. ഹുക്കുമു, ഹുക്മുൻ, അഹ്മദു. ഈ കണ്ണാടി എന്തൊക്കെ അത് ശരിയാക്കാൻ. അഹമ്മദു, ഇഹ്സാനുൻ, മുഹ്സിനുൻ. വെരി ഗുഡ്. ആ ഹാനെ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ലലാബിത്ത, വെരി ഗുഡ്. ഇൻഷാല്ലാ നമുക്ക് ശരിയാക്കി എടുക്കാം. അടുത്തൊരാളും കൂടി വായിക്കൂ. ഒന്നും കൂടി ഞാൻ ഇത് പറഞ്ഞു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അ ഇ ഓ. അല്ല, ഒന്നും കൂടി ആ ഒരു അത് ആ ഈ ഊ ആയി പോയിട്ടുള്ളൂ. ഒന്നും കൂടി ഒരു ചെറുങ്ങനെ. ഓക്കെ. ഷംനാദ് കാ. അപ്പൊ ഒന്നും കൂടി അൻഅംതു, ഇൽമുൻ, ഓക്കെ. ഇൽമുൻ, ഉലൂമുൻ, യഅലമു, വഅലമു, അഅ്ബുദു. ഓക്കെ. വെരി ഗുഡ്. ഹു. ഹമീദ, റഹിമ, ഹുക്കുമും, അഹ്മദു, ഇഹ്സാനും, മുഹ്സിനും. ഓക്കെ. ഷംനാദ് കാ, ഇൻഷാല്ലാ റെഡിയാക്കി എടുക്കാം നമുക്ക്. കുറച്ചൊന്ന് ആ അക്ഷരത്തിനൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. എനിക്കും റെഡിയായി പോലെ തോന്നുന്നില്ല. റെഡി ആയിക്കോളും ഇൻഷാല്ലാ. നമ്മൾ ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതുന്ന സമയത്ത് പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഒന്നും കൂടി സജീവമായാൽ മതി. അപ്പൊ അങ്ങോട്ട് റെഡി ആയിക്കോളും. ഓക്കെ. ഇൻഷാല്ലാ. ശുക്രൻ, ജസാക്കല്ലാ. നമുക്ക് റെഡി ആക്കി എടുക്കാണ്ട് ഒരുപാട്. നമ്മൾ ഫസ്റ്റ് മുതൽ തുടങ്ങുകയാണല്ലോ, അപ്പൊ ആ ഒരു പ്രയാസം എന്തായാലും ഉണ്ടാവും. ഒരു 1 മുതൽ നമ്മൾ അലിഫ് മുതൽ ഇങ്ങനെ തുടങ്ങി വരാണ്. ഈ ഹർഫുകള് പിന്നെ അതിന്റെ ഒരു മഖ്റജ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഹൽക്ക് പറഞ്ഞ് ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നാവിലേക്ക് വന്ന് ചുണ്ടിലേക്ക് അങ്ങനെ ഓരോന്നായിട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യം തൊണ്ട ക്ലിയർ ആക്കുമ്പോൾ തൊണ്ടയിൽ വരുന്ന 6 ഹർഫുകളാണ് നമ്മൾ ആദ്യമായിട്ട് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. ഹർഫുകൾ മഖ്റജ് കൃത്യമാക്കുക എന്നുള്ളത് പാരായണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് കിട്ടിയിട്ടില്ല വെച്ചിട്ട് നിങ്ങൾ ബേജാറാവാനൊന്നുമില്ല. നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങോട്ട് റെഡി ആക്കുക. ഓരോ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കുകയാണ് ചെയ്യുക. നമ്മളിപ്പോൾ കുറേ പ്രായമുള്ള ആൾക്കാരാണ്, പണ്ട് കുറേ
പഠിച്ചിട്ട് ഇതായിപ്പോയത് വിട്ടുപോയതും ഒക്കെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലേശം ഒരു പ്രയാസം ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ അതങ്ങോട്ട് റെഡി ആയിക്കോളും. അതിൻ്റെ ഒരു പൊസിഷനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. കുറച്ച് ആയത്തുകളുണ്ട്, അതൊന്ന് പാരായണം ചെയ്യാം. ആദ്യം ആരാണ് പാരായണം ചെയ്യുന്നത്? അൻഅംത അൻഅംത. ഐന് വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ പഠിച്ച പിന്നെ എന്താ പറയുക, ഹാ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഐന് 2 പ്രാവശ്യം ഹാവും പിന്നെ 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പൊ ആരാണിത് പാരായണം ചെയ്യുന്നത്? ഞാൻ പാരായണം ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഓക്കെ ഓക്കെ ഓക്കെ. ഷനാസ് താത്ത അല്ലേ? അതെ. ഓക്കെ, ഷനാസ് താത്ത ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. ചെറിയ കുറച്ചും കൂടി ഒന്ന് ഇപ്പോൾ ഗൈരിൽ മഗ്ദൂബി എന്നുള്ള ഐൻ അതൊക്കെ ഒന്നൊന്ന് ശരിയാക്കാനേ ഉള്ളൂ. എന്നാലും അൽഹംദുലില്ലാ ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. അടുത്ത ആയത്ത് പാരായണം ചെയ്തോളൂ. വലൈക്കും അസ്സലാം. അടുത്ത ആയത്തല്ലേ? ഓക്കെ. ഇത് بسم الله الرحمن الرحيم وقاتلوا في سبيل الله واعلموا أن الله سميع عليم. മാഷാ അല്ലാ ഉഷാറാണ്. അൽഹംദുലില്ലാ. ഓക്കെ. അഷ്റഫ് കാക്ക അല്ലേ പേര്? അതെ അതെ അതെ. ഓക്കെ, ഉഷാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ. അക്ഷരങ്ങളൊക്കെ നല്ല ഭംഗി തന്നെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ. ഓക്കെ, അടുത്തൊരാള് ഇത് പാരായണം ചെയ്തോളൂ. റഹിമ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ വഹീദ, എന്റെ പേരെന്തായിരുന്നു? വഹീദ താത്ത. ഹ പോയില്ലേ? റഹിമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെരി ഗുഡ്. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ഓക്കെ മാഷാ അല്ലാഹ്. വഹീദത്ത് ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ട് നമ്മൾ എടുക്കാത്ത ലൈനൊക്കെ ഒന്നൊന്ന് തർത്തീബ് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് റെഡിയാക്കി എടുക്കാം. ബറക്കല്ലാഹു ഫീക്. ശുക്രൻ. അടുത്തൊരാൾ ചെറിയൊരു ആയത്തുണ്ട്, ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഒന്നാമത്തെ ഇഹ്സാൻ ഓതിയതും രണ്ടാമത്തെ ഇഹ്സാൻ ഓതിയതും രണ്ടായി പോയിട്ടുണ്ട്. ഒന്നാമത്തേത് ലേശം ഒരു പ്രശ്നമുണ്ട്, രണ്ടാമത്തേത് ക്ലിയർ ആയിരുന്നു. അപ്പൊ ഒന്നും കൂടി ഒന്ന് ഓതി വെക്കൂ. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇപ്പൊ ഫസ്റ്റത്തേതിന് ക്ലിയർ ചെയ്തു, രണ്ടാമത്തേൽ ഒന്ന് ഇത് ചെയ്തു. അതായത് ഹാന് സുക്കൂന് വരുമ്പോ ഇഹ്സാനി എന്ന് ഓതാണ്ട് ഇഹ്സാൻ എന്ന് ഓതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണ്. അത് ഓത്തിൽ രണ്ടാമത്തേൽ ഒന്ന് അപ്പുറപ്പുറം ലേശം ഒരു ഇത് വന്നു പോയതാണ്, കുഴപ്പമില്ല. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ഓക്കെ, നമുക്കിനി തൊണ്ടയുടെ അടുത്തൊരു ഭാഗമാണ്. നസീമത്താത്ത ഒന്ന് മൈക്ക് ഓഫ് ആക്കണേ. നസീമത്ത മൈക്ക് ഓഫ് ആക്കണേ. നസീമത്ത മൈക്ക് ഓഫ് ആക്കിക്കോളൂ. മൈക്ക്
പിന്നെ ചോദിക്കുന്ന സമയത്ത് ഓണാക്കിയാൽ മതി. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ശബ്ദം ഇങ്ങനെ വരും. നിങ്ങൾക്ക് കേൾക്കൂല, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ഇതായിട്ട് വരും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വരുന്നത് പിന്നെ അദ്നൽ ഹൽക്കാണ്. അദ്ന എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ വായ് ഭാഗം എന്ന് പറയാം. തൊണ്ടയുടെ ഈ ഏറ്റവും ടോപ്പ് ഓഫ് ദ എന്താ പറയാ, ത്രോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ അല്ലേ. ഏറ്റവും തൊണ്ടയുടെ മുകൾ ഭാഗം, വായ് ഭാഗം. അത് നിങ്ങൾക്ക് അവിടെ അതിന്റെ സ്പോട്ട് കാണാം, 2 ഡോട്ടായിട്ട് അവിടെ കാണുന്നുണ്ട്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 ഹർഫുകൾ വരുന്നത്. ഏതൊക്കെയാണ്? ഗൈൻ ഖ, ഗൈൻ ഖ, ഖ ഖ. നിങ്ങൾ നോക്കൂ, ആ പിന്നെ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കൂ. നാവിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ടോ? നിങ്ങൾ ഈ പിക്ചർ നല്ലോണം നോക്കണേ. ഈ പിക്ചർ നല്ലോണം നിങ്ങൾ നോക്കാം. ഞാൻ ഒന്ന് ബാക്കോട്ട് അടിക്കുന്നുണ്ട്. ഈ പിക്ചർ നോക്കൂ. ഇവിടുത്തെ നാവ് നോക്കൂ. നാവ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നാവ് എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് നാവ് എന്ന് പറയുന്ന ഏതാ ഭാഗം എന്നുള്ളത് അറിയല്ലോ അല്ലേ? മുറിച്ചിട്ടാണ് കാണിക്കുന്നത്. ഈ ഭാഗം ഇതാണ് നാവ് കേട്ടോ, ചുവപ്പ് കളർ അല്ലേ. ഇനി നമ്മൾക്ക് ഇതൊന്ന് നോക്കൂ. 2 തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടോ? ഉണ്ട് അല്ലേ. ഒന്നെന്താണ്, ഒന്നെങ്ങനെയാ വരുന്നത്? ഇതൊരു ഒന്ന് നേരെ ഇങ്ങനെ താഴത്തേക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടാ പോകുന്നത്. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഒരു ചെറിയൊരു ഉയർച്ച ഉണ്ട് അല്ലേ, ഒന്ന് പൊന്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ പിന്നെ ഹർഫിന്റെ, ഈ 2 ഹർഫിന്റെ പ്രത്യേകത. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അത് പറയുന്ന സമയത്ത് മറ്റേത് പിന്നെ അത് പറയുന്ന സമയത്ത് വേണം ഒന്ന് ചിരിച്ചിങ്ങേറ്റ് പറഞ്ഞോളി. എങ്ങനെ? പിന്നെ ഇത് പറയുന്ന സമയത്ത് അങ്ങനല്ല, ഒന്ന് ഗൗരവത്തിൽ പറയാം. ഓ ഓ ഓ പിന്നെ അപ്പോ പിന്നെ അതായത് വായ് നിറച്ചിങ്ങേറ്റ് പറയേണ്ട 2 ഹർഫുകളാണ് ഗൈനും ഖാവും. നമുക്ക് പഠിക്കാനുണ്ട്. നേരത്തെ നിങ്ങൾ പിക്ചർ അക്ഷരങ്ങളുടെ 28 അക്ഷരങ്ങളുടെ കോളം കണ്ടതിൽ കുറച്ചെണ്ണം ചുവപ്പ് കളർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? കുറെ എണ്ണം, കുറച്ചെണ്ണം ഇങ്ങനെ ചുവപ്പ് കളറാക്കി, കുറെ എണ്ണം ബ്ലാക്ക് കളറിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ വൈറ്റിലോ അല്ലെ, ബ്ലാക്കിൽ. അതിൽ കുറച്ചെണ്ണം എന്തുണ്ടായിരുന്നു, ഒരു കളർ ചേഞ്ച് ചെയ്തിട്ട് ചുവപ്പ് കളറിൽ കൊടുത്തിരുന്നു. ഒറ്റ മിനിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹർഫുകളുടെ ഓരോ ഇതാണ്. ഇപ്പോൾ തൊണ്ടയുടെ അക്ഷരങ്ങൾ 6 അക്ഷരങ്ങൾ പറയുന്ന സമയത്ത് 2 ഹർഫുകൾ പറയുമ്പോൾ ഒന്ന് വായ് നിറച്ചു ഓതണം. വായ നിറച്ചിങ്ങേറ്റായിരിക്കണം പറയണത്. അതുകൊണ്ടാണ് ആ നാവ് എന്തായി ഇങ്ങോട്ട് പെരുത്തിട്ടുണ്ട്. നാവിന്റെ പൊസിഷൻ തന്നെ ഒന്ന് ഉയർത്തി പറയാം, സ്വരഭാരത്തോടു കൂടി പറയാന്നാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്താണ് അത് എന്നുള്ളത് കൃത്യമായിട്ട് അക്ഷരങ്ങളെ കുറിച്ച്, അക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട്, ഹർഫുകൾ, വീണ്ടും ഹർഫുകളെ നമ്മൾ എത്ര എണ്ണമായിട്ട് തരംതിരിക്കുന്നതൊക്കെ പറയുന്ന സമയത്ത് നമുക്കത് പറയാം. ഇപ്പൊ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഈ ഹർഫുകൾ പറയുന്ന സമയത്ത് വായ് നിറച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഓക്കെ, അതാണ് മറ്റേ നേരത്തെ നമ്മൾ കാണിച്ച പിന്നെ 2 പിക്ചർ ഒന്നും കൂടി നമുക്ക് നോക്കാം. അപ്പൊ വേഗം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ? ഐനും ഹാവും നോക്കിക്കോളൂ. പിന്നെ നമ്മൾ തൊട്ട മുമ്പേ പറഞ്ഞത് ഏതായിരുന്നു? ഇത് നോക്കൂ, ഹംസയും ഹാവും. ഇതും ഫ്ലാറ്റ് പോലെ കിടക്കാണ്. ഇതും എന്താണ്, ഒരു ഫ്ലാറ്റ് പോലെ തന്നെയാണ്. പക്ഷെ ഐനുൻ ഹ വരുന്ന സമയത്ത് എന്തുണ്ട്, നാവിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്ന് നമ്മൾ ആ ഒരു പൊസിഷൻ വരുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ ഇത്ര മാത്രം ശ്രദ്ധിക്കാം. 4 ഹർഫുകൾ പറയുന്ന, അതായത് പിന്നെ പിന്നെ അത് പറയുന്ന സമയത്ത് ഒന്ന് ചിരിച്ചുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി, ലൈറ്റ് ആയിട്ട്. പിന്നെയുള്ള 2 ഹർഫുകൾ പറയുന്ന സമയം ചിരിച്ചിട്ടല്ല, ഗൗരവത്തിൽ പറഞ്ഞാൽ മതി. അതായത് അതേപോലെ വായ് നിറച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, അതിന്റെ എക്സാമ്പിളിലേക്ക് പോകാം. ഇതുവരെ പറയാത്ത ഒരാള്
ഇത് രണ്ടെണ്ണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം, അതിനുശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി. ഗഫൂറുൻ, ഗഫൂറുൻ. പിന്നെ ബുഗിയ, ബുഗിയ, ബുഗിയ. ഗുറൂബുൻ, ഗുറൂബുൻ. മഗ്ഫിറത്തുൻ, മഗ്ഫിറത്തുൻ. പിന്നെ ഇസ്തിഗ്ഫാറുൻ, ഇസ്തിഗ്ഫാറുൻ. ഈ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ തുഗ്യാനൻ, തുഗ്യാനൻ. പിന്നെ ഖൗഫുൻ, ഖൗഫുൻ. നമ്മൾ പഠിച്ചതാണ്. ആഖിറഹു, ആഖിറഹു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇസ്തിഗ്ഫാർ എന്നാണോ അല്ലെങ്കിൽ എന്നാണോ വരിക? അവിടെ ഈ ആണ് വരിക. നമുക്ക് അതൊരു വലിയൊരു ടോപ്പിക് തന്നെ പഠിക്കാനുണ്ട്. ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ അലിഫ് അല്ല ഹംസ, രണ്ട് ഹംസകൾ, രണ്ട് വ്യത്യസ്ത ഹംസകളുണ്ട്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ആണ്. അതെങ്ങനെ ഈ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ അതിന്റെ ടോപ്പിക് വരുന്ന സമയത്ത് പഠിക്കാം. നിങ്ങൾ നോക്കൂ, തൊട്ട മുകളിൽ ഇസ്തിഗ്ഫാർ പറഞ്ഞപ്പോൾ ഈ ആണ് പറഞ്ഞത്. താഴത്ത് നോക്കൂ, ഇഖ്ഫത്തുൻ എന്നുള്ള ഹംസ എഴുതിയിട്ടുണ്ട്, മുകളിൽ ഹംസ എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ആ ടോപ്പ് എത്തുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൽ നമുക്ക് പറയാം എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളത്. അത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്ന ആ ടോപ്പ്. ഹംസ രണ്ടെണ്ണം ഉണ്ട്, ഹംസത്തുൽ വസ്ലാണ്, ഖത്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അപ്പം പഠിക്കാം. ഓക്കെ, ഇതെങ്ങനെ പാരായണം ചെയ്ത് ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഹംസത്തു വസ്ല്, പിന്നെ സീന്, പിന്നെ താ. ആ മൂന്നാമത്തെ ലെറ്ററിന്റെ ഇത് എന്താണോ ഫത്ഹ കെസ്ര ആണെങ്കിൽ ഈ ഹംസക്ക് കെസ്ര കൊടുക്കണം ഹംസത്തു വസ്ലിന്. ദൊമ്മ ആണെങ്കിൽ ദൊമ്മ, ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് അതിന്റെ ടോപ്പിക് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അത് ഓരോന്നുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഖൗഫുൻ, ആഖിറഹു, ഖുൽഖുൻ. പിന്നെ മഖ്ലൂഖുൻ, ഇഖ്വതുൻ, ഇഖ്വതുൻ, യുഖ്രിജു, യുഖ്രിജു. ഓക്കെ, ഇനി ഇതുവരെ പറയാത്ത ആള് ഒന്ന് പറഞ്ഞോളൂ, പെട്ടെന്ന് ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഗഫൂറുൻ, ബുഗിയ, ഗുറൂബുൻ, മഗ്ഫിറത്തുൻ, ഇസ്തിഗ്ഫാറുൻ, തുഗ്യാനൻ, ഒന്നും കൂടി, ഖൗഫുൻ, ഖൗഫുൻ, ആഖിറത്തുൻ, ഖുൽഖുൻ, മഖ്ലൂഖുൻ, ഇഖ്വാനുൻ, ഇഖ്വത്തുൻ, യുഖ്രിജു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. അടുത്ത ആള്. ഗഫൂറുൻ, ബുഗിയ, ഗുറൂബുൻ, മഗ്ഫിറത്തുൻ, ഇസ്തിഗ്ഫാറുൻ, തുഗ്യാനൻ, ഓക്കെ അഷ്റഫ്, അവിടെ ഒരു ഒരു നമ്മൾ പറയുന്ന സമയത്ത് വായ ഇങ്ങനെ പരത്തരുത്. ഹി എന്ന് പറയേണ്ട, വായ ഗൗരവത്തിൽ വരണ പറഞ്ഞ വായ നിറച്ചായിരിക്കും. മറ്റേ പരന്നു പോയാല് അതിന്റെ ഹെവി ടോൺ പോയി പോവും. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. ഓക്കെ, ഒന്നും കൂടി റെഡിയാക്കി എടുക്കാണ്ട് ഇൻഷാ അല്ലാഹ് റെഡിയാക്കി എടുക്കാം. താഴത്തെ വാക്ക് ഓക്കെ ഖൗഫുൻ, ഓക്കെ ആഖിറത്തുൻ, ഓക്കെ ഖുൽഖുൻ, ഓക്കെ മഖ്ലൂഖുൻ, ഓക്കെ ഇഖ്വത്തുൻ, ഓക്കെ യുഖ്രിജു. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ വാക്കുകൾ പറഞ്ഞത് കറക്റ്റ് ആണ്. മറ്റോടത്ത് ഒറ്റയ്ക്ക് പറഞ്ഞപ്പോൾ ലേശം ഒരു ഇതുണ്ടായിരുന്നു, വാക്കുകൾ പറഞ്ഞപ്പോൾ ഉഷാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. അടുത്തൊരാള് പറയാത്ത ആള് പറഞ്ഞോളൂ, ഞാൻ പേര് വിളിക്കട്ടോ. പിന്നെ
തീരെ മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ പേര് വിളിക്കും. പറയാത്ത ഒരാൾ പറയൂ. غفور ذرية غروب مغفرة استغفار طغيان طغيان خي خو خوف آخره خلق مخلوق إخوة يخرج. ഓക്കെ ബാറക്കല്ലാഹു. ചെറിയൊരു പിന്നെ ഫസ്റ്റ് പറഞ്ഞപ്പോ പിന്നെ ഐനിലേക്ക് പോയി പോകുന്നുണ്ട്. ആ ഒരു ബുഗിയ എന്ന് പറഞ്ഞ ബുഅയ എന്നൊരു ഐന്റെ ടോണിലേക്ക് പോയിട്ടുണ്ട്. അതേ ഉള്ളൂ. ഒന്നും കൂടി അതിനൊന്ന് ഒരു വെറ്റാക്കിയാൽ മതി. എന്താ ഐന് പറയുമ്പോൾ ഒരു വൈക്കളിയാണ്, ഒരു എന്താ പറയാ സ്ലിപ്പറി ആയിട്ടുള്ള ഐൻ എന്ന് പറയുമ്പോൾ ഒരു കൊഴിഞ്ഞിങ് ആയിട്ടാ പോകുന്നത്. മറ്റേ വൈനിൽ വരുമ്പോൾ കുറച്ചൊരു ഒന്ന് ഡ്രൈ ആക്കിയാൽ മതി. ആ സ്ലിപ്പിംഗ് ഒഴിവാക്കി. ഓക്കെ. ബുഗിയ എന്ന് പറഞ്ഞൊരു ബുഗിയ ഇപ്പൊ ഏകദേശം റെഡി ആക്കി. നേരത്തെ ഒരു ബുഅയ ഒരു ഐന്റെ ചൊയായിരുന്നു വന്നിരുന്നു. ഓക്കെ, ശുക്രൻ റിസ്വാനത്ത. ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, ഇനി നമുക്ക് 1-2 ആയത്തുകൾ വായിക്കാം. പിന്നെ ഓക്കെ, ആരാണ് ഓതുന്നത്? നമ്മുടെ ഓതിക്കോളൂ. ചെറിയൊരു ജനഫൻ ഫമൻ ഖാഫ മിൻ മൂസിൻ ഔ ജനഫൻ എന്നാണ്. ഔ ജനഫൻ. ഓക്കെ, ഈ ഇതായത് എന്തോ നമ്മൾ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം വരലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് അയച്ചെന്നതിൽ പൂർണ്ണമായിട്ടില്ലായിരുന്നു. അത് ഈ ടൈപ്പിംഗ് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓർഡർ തെറ്റിപ്പോകുന്നതാണ്. ഓക്കെ, ഇതൊന്ന് പാരായണം ചെയ്യുക ആരെങ്കിലും ഒരാൾ. أعوذ بالله من الشيطان الرجيم. قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم. ഓക്കെ, ഉഷാറായിട്ടുണ്ട് അഷ്റഫ്ക. ഒന്നും കൂടി നിങ്ങൾ ഓതണം. അവിടെ വഖഫ് ചെയ്തോടത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് വഖഫ് ചെയ്തില്ലേ? قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم. അവിടെ നിങ്ങൾ നേരത്തെ വഖഫ് ചെയ്ത് ശ്വാസം കിട്ടായിട്ട് വഖഫ് ചെയ്യാന്ന്. അല്ല, ശ്വാസം കിട്ടായിട്ടല്ല, അത് മറ്റേ അവിടെ എന്താണ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് കൺഫ്യൂഷൻ. നിർത്തിയത് നിങ്ങള്? അതെ അതെ. ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം. അതറിയാം. അത് പിന്നെ അടുത്ത അക്ഷരം പെട്ടെന്ന് ക്ലിയർ ആവാത്ത മാതിരി വന്നു. അതുകൊണ്ട് ഓക്കെ. അടുത്ത ആള്. അടുത്തൊരാള് പാരായണം ചെയ്തോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. ഓക്കെ, മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്. ഉഷാറായിട്ട് പാരായണം ചെയ്തു. അടുത്തൊരാള്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع
മണിക്കാൻ ചില സ്ഥലങ്ങളിൽ മണിക്കാൻ വിട്ടു. ഒന്നും കൂടി ഓതിക്കൂ. قل نهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي ശ്വാസം കിട്ടുന്നില്ലേ നമുക്ക് മുറിച്ച് ചോദിക്കാഞ്ഞാൽ മതി. എന്ന് പോകാണ്ട് മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ فمن تبع هداي فلا خوف عليهم ولا هم يحزنون. മുറിച്ച് ഓദിക്കാഞ്ഞാൽ മതി. ഓദിക്കോളൂ ഒന്നും കൂടി. قل نهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. അക്ഷരങ്ങളൊക്കെ ചില സ്ഥലങ്ങളെ വലാഹും അങ്ങനത്തെ കുറച്ച് ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അടുത്ത ഒരാൾ ഇത് പാരായണം ചെയ്തോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുരീദൂന അൻ യഖ്റുജൂ മിൻ നാരി വമാ ഹും മിനൻ നാരി വമാ ഹും بخارجين منها ولهم عذاب مقيم. اوكي، ولهم عذاب مقيم. ഓക്കെ, മാഷാഅല്ലാഹ്. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല, നിങ്ങൾ ഉഷാറാണ്. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പോലെ ഒന്നല്ല, ഉഷാറാണ്. നമുക്ക് റെഡിയാക്കി എടുക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്തൊരാള്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. المؤمنون اخبطوا بين أخويكم واتقوا الله لعلكم ترحمون. ഓക്കെ, ബാക്കിൽ ആരൊക്കെ ശബ്ദം ഉണ്ടായിട്ട് ക്ലിയർ ആയില്ല റേഞ്ചിന്. വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. പഠിച്ചതാണ്. ആ ഹർഫുകളൊക്കെ ക്ലിയർ ആക്കണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കേൾക്കുന്നില്ല. അതെ, പിന്നെ അതുകൊണ്ടാണ് മൈക്ക് ബാക്കിയുള്ള ആൾക്കാർ ഓണാക്കി വെച്ചത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. പിന്നെ പാരായണം ചെയ്യുന്ന ആളുകൾ മാത്രം മൈക്ക് ഓൺ ചെയ്യുക, ബാക്കിയുള്ളവർ ഓഫ് ആക്കിയാൽ വളരെ നല്ലതായിരുന്നു. ഓക്കെ, ഒന്നും കൂടി ഓതി നിങ്ങൾ. ഇപ്പൊ എല്ലാവരും ഓഫാ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. 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 ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതും ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഓക്കെ,
ഇൻഷാ അല്ലാ. അത് പിന്നെ നമുക്ക് ആ ഒരു ഫ്ലോയിലേക്ക് വരാനുണ്ട്. പൂർത്തിയാക്കാനാണ്. അപ്പൊ അതൊന്ന് റെഡി ആയിക്കോളൂ ഇൻഷാ അല്ലാ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ മഖ്റജ്, ഹൽക്കിന്റെ മഖ്റജുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യുക. ഇനി നമ്മൾ പുതിയ ടോപ്പിക്കിലേക്കാണ് പോകാൻ പോകുന്നത്. അക്ഷരങ്ങളെ കുറിച്ചിട്ട് പറയാൻ പോവാണ്. ഇപ്പൊ പറഞ്ഞതിൽ എവിടെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ ഹർഫുമായിട്ട് ബന്ധപ്പെട്ട്, ഈ 6 അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കണം. ഈ ആഴ്ച തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യുക വേണം. അടുത്ത ആഴ്ചക്കൊക്കെ ഒന്നും വെക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകട്ടെ. സംശയമൊന്നും ഇല്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്തത് അക്ഷരങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു 28 ശബ്ദമുള്ള അക്ഷരങ്ങളുണ്ട്. അത് 2 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണുള്ളത്. ഈ 28 അക്ഷരങ്ങൾ 2 ടൈപ്പാണ്. 2 വ്യത്യസ്ത രീതിയിലുള്ള പിന്നെ ഹർഫുകളാണ് ഉള്ളത്. കോമൺ ആയിട്ട് 2 എണ്ണമായിട്ടാണ് അക്ഷരങ്ങളെ തരംതിരിക്കുന്നത്. ഒന്ന് ഹെവി ലെറ്റേഴ്സ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വായ് നിറച്ചുച്ചരിക്കേണ്ടത്. മറ്റേത് ലൈറ്റ് ലെറ്റർ, ചിരിച്ചിട്ട് പാരായണം ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ഗൗരവത്തിൽ പാരായണം ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ. അപ്പോൾ ഈ 28 ശബ്ദമുള്ള അക്ഷരങ്ങളെ വീണ്ടും എന്താക്കുന്നുണ്ട്, 2 എണ്ണമായിട്ട് തരംതിരിക്കുന്നു. 2 ടൈപ്പ് അക്ഷരങ്ങളുടെ സ്വഭാവമാണ് കേട്ടോ. അക്ഷരങ്ങളുടെ സ്വഭാവം ഹെവി ലെറ്റേഴ്സും ലൈറ്റ് ലെറ്റേഴ്സും ആയിട്ട് മാറുന്നുണ്ട്. ഹെവി ലെറ്റേഴ്സ്, ലൈറ്റ്. പിന്നെ ഒന്നാമത്തെ ഹാല് ഫത്ഹ. ഒന്നാമത്തെ ഹാല് നിന്ന് എടുക്കാൻ സമയം ഉണ്ടാവില്ല, കാരണം ഇപ്പൊ തന്നെ 10 മണി ആയിട്ടുണ്ടാവും നാട്ടിൽ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അലിഫ്, ബ, ത, സ, ജീം, ഹ. പിന്നെ വരുന്നത് ഖ, ഖ, ദാൽ, ദാൽ, റ, സൈ, സീൻ, ഷീൻ, സാദ്, ضاد, ط, ظ, عين, غين, ف, قاف, كاف, لام, ميم, നൂൻ, ഹ, വ, യ. അപ്പൊ ഇവിടെ ചുവപ്പ് അക്ഷരങ്ങൾ അതാണ് എന്ത് ചെയ്യേണ്ടത്, ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ടത്. അതെങ്ങനെ അറബിയിൽ എങ്ങനെ പറയാന്നുള്ളത് നമുക്ക് കാണാം. എല്ലാ സമയങ്ങളിലും ഈ എത്ര ഹർഫുകളാണ്? 3, 4, 7 അല്ലെ? 1, 2, 3, 4, 5, 6, 7. 7 ഹർഫുകൾ നിങ്ങൾ ഖുർആനായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഈ 7 ഹർഫുകൾ എപ്പോഴും വായ് നിറച്ചുച്ചരിക്കേണ്ടത്. ഹെവി ആയിട്ടുള്ള സ്വരഭാരത്തോട് കൂടിയിട്ട് പാരായണം ചെയ്യണം. അത് നോർമൽ നമ്മൾ പിന്നെ എന്താണ് ഡോക്ടർ ഡോക്ടർ എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഹാൻഡ് റൈസ് ചെയ്തു. കുഴപ്പമില്ല. അപ്പോൾ ഈ പിന്നെ 7 ഹർഫുകൾ, 28 അക്ഷരങ്ങളിൽ 7 ഹർഫുകൾ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ടതാണ് എല്ലാ സമയത്തും. ഇനി ഇത് തന്നെ ചില സമയങ്ങളിൽ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ടതുണ്ട്. ഓൾവേസ് ഈ നിങ്ങളിപ്പോൾ കാണുന്ന 7 ഹർഫുകൾ എല്ലാ സമയത്തും സ്വരഭാരത്തോടു കൂടി തന്നെയായിരിക്കും ഉച്ചരിക്കേണ്ടത്. ചില ഹർഫുകൾ ചില സമയങ്ങളിൽ അതിൻ്റെ എന്ത് മാറുന്നുണ്ട്, അതിൻ്റെ നോർമൽ പിന്നെ അവസ്ഥയിൽ നിന്ന് ഹെവി ടോണിലേക്ക് മാറുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഹർഫുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അക്ഷരങ്ങൾ 2ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ഹെവി ആണ്, ഒന്ന് ലൈറ്റ് ആണ്. ഓക്കെ, ഇനി നോക്കാം. 2 ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ്, ഹെവി ലെറ്റേഴ്സ്, ലൈറ്റ് ലെറ്റേഴ്സ് നോക്കാം നമുക്ക്. അറബിയിൽ അതിന് പറയുന്ന ഹുറൂഫുൽ ഇസ്തിഅല എന്നാണ്. ഹുറൂഫുൽ ഇസ്തിഅല, സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ടേ. ഹുറൂഫുൽ ഇസ്തിഫാല, ഇസ്തിഫാല എന്ന് പറഞ്ഞാൽ സ്വരലാഘവത്തോടു കൂടി ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കേണ്ടേ. ഇങ്ങനെ 2 എണ്ണമായിട്ടാണ് തരംതിരിക്കുന്നത്. ഹുറൂഫുൽ ഇസ്തിഅല, ഹുറൂഫുൽ ഇസ്തിഫാല. ഹുറൂഫുൽ ഇസ്തിഅല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരഭാരത്തോടു കൂടി, ഹെവി ആയിട്ട്, ഭാരത്തോടു കൂടി, സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ട. ഹുറൂഫുൽ ഇസ്തിഫാല എന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിട്ട്, ലഘുവായിട്ട് ഉച്ചരിക്കേണ്ടതാണ്. ലൈറ്റ്, സോഫ്റ്റ് ആയിട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അത് നമ്മൾ ഹുറൂഫുൽ
ഇസ്തിഅല എന്ന് പറഞ്ഞല്ലോ. ആ ഇസ്തിഅല എന്ന് പറഞ്ഞ അതേ പിന്നെ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹുറൂഫുൽ മുഫഖമ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ തഹജ്ജ് ചെയ്യുമ്പോൾ റ ഫത്ഹ മുഫഖമ എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഈ ഹെവി ടോണിന് നമ്മൾ തഹജ്ജ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് എന്താണ്? ഹുറൂഫുൽ മുഫഖമ. അത് ഹുറൂഫ് മാറ്റി വെക്കുക, മുഫഖമ എന്നാണ്. തഫ്ഖീം, വായി നിറച്ചിട്ട് ഉച്ചരിക്കുന്നത് എന്നാണ് അതിൻ്റെ ഇസ്തിഅല എന്ന് പറഞ്ഞാൽ അല എന്ന് ഉയരം, ഉയരത്തിൽ സ്വരഭാരത്തോടു കൂടി അതേ സംഭവം തന്നെയാണ് മുഫഖമ എന്ന്. തഫ്ഖീം മുഫഖമ, വായി നിറച്ചിട്ട് ഉച്ചരിക്കേണ്ടതാണ് എന്നാണ്. അതായത് ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ മുഫഖമ രണ്ടും സെയിം തന്നെയാണ്. ഹുറൂഫുൽ മുറക്കക്കയും ഹുറൂഫുൽ ഇസ്തിഫാലയും സെയിം ആണ്. നമ്മൾ പിന്നെ നമ്മളെ പഠനത്തിലെ തഹജീന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇസ്തിഅല എന്നല്ല പറയാ, ഇസ്തിഫാല എന്നല്ല പറയാം. പകരം ഹുറൂഫുൽ മുഫഖമയും ഹുറൂഫുൽ മുറക്കക്കയുമായിട്ട് മാറും തഹജീൽ വരുമ്പോൾ. അത് തഹജ് വരുന്ന സമയത്ത് നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടേക്ക് ഹുറൂഫുൽ മുഫഖമ, മുഫഖമയായിട്ടുള്ള അക്ഷരം. ഹുറൂഫുൽ ഇസ്തിഅല സെയിം ആണ് കേട്ടോ. നമ്മൾ ഇസ്തിഅല എന്ന് ഇനി പറയില്ല, ഇനി നമ്മൾ പറയുന്നതൊക്കെ ഹുറൂഫുൽ മുഫഖമ എന്നായിരിക്കും. അതായത് സ്വരഭാരം അല്ലെങ്കിൽ ഉയർത്തി ഉച്ചരിക്കേണ്ട ഇസ്തിഅല എന്ന് അലൽ ജന്ന എന്ന് പറയല്ലേ, പിന്നെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇത് സംഭവം. ഉയർത്ത, ഏറ്റവും ഉന്നതിയിൽ ഉയർത്തി ഉച്ചരിക്കുക എന്നുള്ളതാണ്. മുഫഖമ എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഇനി നമ്മൾ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ ഹർഫുകളാണ്. ദായിം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ സമയത്തും തഫ്ഹീമോടുകൂടി അല്ലെങ്കിൽ വായി നിറച്ച് ഉച്ചരിക്കേണ്ട ഹർഫുകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി എഴുതി കാണിക്കുന്നുള്ളൂ. ഖ, പിന്നെ സ്വാദ്, ഖ, സ്വാദ്, സുവാന്നായി പോകരുത്, ചുണ്ട് ഇങ്ങനെ കോർത്തു പോകരുത്. സ്വാദ്, സ്വാദ്, ഖ. നമ്മൾ ഈ ഹെവി ആക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് സ്വാദ്, സ്വാദ് എന്നായി പോകും. സ്വാദല്ല, സ്വാദ്, 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 സുവാ ആവാണ്ടേ സ്വാദ്, ഖ, സ. പിന്നെ ഇതൊക്കെ നമ്മൾ പഠിക്കട്ടോ. സ്വാദ് എവിടുന്നാ വരുന്നത്? ഓരോ ഹർഫുകളും കൃത്യമായിട്ട് പറയും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഒക്കെ നൗഷാദ് സാറ് കയറും, കാരണം കുടിയിരിക്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തിരക്കിലായതുകൊണ്ടാണ്. പിന്നെ വരുന്നത് ഗൈൻ, നമ്മളിപ്പോൾ പഠിച്ചതാണ്. ഖാവും ഗൈനും. ഖ, ഖ, ഖ. പിന്നെ പിന്നെ വരുന്നത് ഖാഫ്, 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 ഖാഫ്. പിന്നെ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, 1-2 ആൾക്കാർ ഇതൊന്ന് വായിച്ചോളൂ, ഓരോ ഹർഫുകൾ. മുകളിലത് അവിടെ കേട്ട ഹർഫുകൾ മാത്രം മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സ്വാദ്, 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 ഒരു വാവ് ചേരണ്ട. സ്വാദ്, 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 ലാദ്, ലാദല്ല, ലാ എന്ന് പറയുമ്പോ നാവ് എവിടെ വരുന്നത്? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ലാ എന്ന് പറയുമ്പോ നിങ്ങളെ നാവ് എവിടെ വരുന്നത്? വീഡിയോ കാണാൻ പറ്റുന്നില്ല. ഞാൻ കാണുമല്ലോ, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ മറ്റേത് പോയിപ്പോ അത് നിങ്ങൾ ഒന്ന് ചെറുതാക്കിയാൽ, അതിന്റെ ശൈലി മാറ്റിയാൽ കിട്ടും. സംസാരിക്കുന്ന ആളിതാകുന്നവർ അതിൻ്റെ ഒരു ഇത് മാറ്റിയാൽ മതി, എന്നാലും എൻ്റെതും കാണാം അതും കാണാം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഹിബത്താത്ത പറഞ്ഞത് എന്നല്ലേ? അല്ലേ? ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് ഈ 2 പല്ലിന്റെ ഇടയിൽ നാവ് കുടുക്കി വെച്ചിട്ട് പറയേണ്ടത്. എടുക്കണം, എടുക്കുമ്പോ അല്ലേ മൂവ്മെന്റ് ഉണ്ടാവുമ്പോ അല്ലേ ഇതാവുള്ളൂ.
ضاد ഇവിടെ ضاد എവിടെയെങ്കിലും ഓക്കെ ഓക്കെ പിന്നെ غين വൈൻ 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 വേണ്ട, ചുണ്ട് കൂർക്കണ്ട. غين വൈൻ വൈൻ غين ശരിയാക്കാണ്ട്. പിന്നെ غين طاء ആ طاء ആ قاف ആ ضاد വാദെന്ന് പറയുന്ന സമയത്ത് ഓക്കെ. അടുത്തൊരാൾ കൂടി പറയൂ. ഓക്കെ ഓക്കെ. ഖാ ആ സ്വാദ് ഉം, ضاد ഉം, غين ഉം, طاء ഉം, قاف ഉം. ضاد ഓക്കെ. ചെറുങ്ങനെ മാറ്റാനുണ്ട്. ആണുങ്ങൾ ഒരാൾ പറയും ക്യാമറ ഓൺ ചെയ്തിട്ട് എനിക്ക് കാണട്ടെ. ആർക്കാ ക്യാമറ ഓൺ ആക്കി? ആണുങ്ങൾ ഒരാൾ. പെണ്ണുങ്ങൾ പിന്നെ നമ്മൾ ക്യാമറ ഓൺ ആക്കാൻ എല്ലാരും ക്യാമറ ഓൺ ആക്കൂല. ഒന്നും കൂടെ എനിക്ക് കാണുന്നില്ല, എനിക്ക് കാണണം. ആരാണ്? കാണുന്നില്ലേ? അഷ്റഫ് ഖാണ്. ആണല്ലേ? അഷ്റഫ് ഖാണ് കുറച്ചും കൂടി ഒന്ന് അടുത്ത് വെച്ചാൽ നല്ലതായിരുന്നു. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞു നോക്കി കാണട്ടെ. സ്വാദ് പറഞ്ഞ സമയത്ത് ചുണ്ടിനൊരു സ്വാദ് ഇത് വേണ്ട, സ്വാദ് വേണ്ട. ചുണ്ടിനൊരു മൂവ്മെന്റും ഇല്ല. സ്വാദ് സ്വാദ്. ഓക്കെ. അല്ലേ വരുന്നത്? ഓക്കെ 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 ഓക്കെ. ഓക്കെ. വാദ് പറയുന്ന സമയത്ത് നാവ് എവിടെ ടച്ച് ചെയ്ത അഷ്റഫ് ഖാക്കന്റെ? അതൊന്നും നിങ്ങൾ പറഞ്ഞുതരൂ. ലാസ്റ്റുള്ളത് പിന്നെ മേൽപ്പല്ലിന് എങ്ങനെ മുകളിലേ? പല്ലിന്റെ മോണമേലല്ലേ? അല്ല, അവിടെ അല്ല അതിൻ്റെത് വരുന്നത്. അവിടാണ്. ഇതാണ് രണ്ട് പല്ലിന്റെ ഇവിടെ വെച്ചിട്ടാണ് അത് ഹെവിയാണ്ട്. ഇങ്ങനെയാണ് വരേണ്ടത്. എന്നെ കാണുന്നില്ലേ? ഓക്കെ ഓക്കെ സാറിന്റെ വീഡിയോ കാണുന്നില്ല. ഓക്കെ ഓക്കെ. ഞാൻ എന്നെ പിൻ ചെയ്യാം. എന്നെ പിൻ ചെയ്താൽ ചിലപ്പോ മറ്റേത് പിന്നെ എന്താ പറയാ, സ്ക്രീന് പോവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ പിൻ ചെയ്താല് അപ്പോഴും പ്രശ്നമാണെന്ന് തോന്നുന്നു. എനിക്ക് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. എനിക്ക് ആ സ്ക്രീനും കാണുന്നുണ്ട്, നിങ്ങളെ രണ്ടാൾ സംസാരിക്കുന്ന ആളെയൊക്കെ കാണുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോ വീഡിയോ കാണൂലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാ നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ഏതായാലും അതൊന്ന് കുറച്ച് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഈ ഹർഫുകൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ നിങ്ങളെ ഗ്രൂപ്പിൽ ഒന്നും കൂടി സജീവമായിട്ട് ചർച്ച നിങ്ങൾ ഇടുക. എന്നിട്ട് ചർച്ചയിൽ അത് ക്ലിയർ ചെയ്യുക. നിങ്ങളെ പറ്റുമെങ്കിൽ നിങ്ങളെ മെന്റേഴ്സിന്, നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഹർഫുകളെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. ഈ ഹർഫുകളൊക്കെ നമ്മൾ മഖ്റജിന്റെ കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. ഇതിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ പിന്നീട് നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. ഈ 7 ഹർഫുകൾ എല്ലാ സമയത്തും ഹെവി ആയിട്ടായിരിക്കും ഉച്ചരിക്കുന്നത്. ശരിക്കും നിർബന്ധമായിട്ടും അങ്ങനെയായിരിക്കണം ഉച്ചരിക്കേണ്ടത്. ഓക്കെ. ഉസ്താദേ, ഒരു ഡൗട്ട്. നമ്മൾ നേരത്തെ ഖാക്ക് നാവിന്റെ ഇത് പൊസിഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? പറയുന്ന സമയത്ത് അതേ പൊസിഷനിലാവണ്ടേ ഈ 7 അക്ഷരങ്ങൾ പറയുമ്പോഴും നാവിന്റെ? അല്ലല്ല, നമ്മൾ നേരത്തെ പറഞ്ഞത് 2 തൊണ്ടേന്റെ അക്ഷരാണ്.
ഓക്കെ. അപ്പൊ നാവിന്റെത് താഴ്ന്നിട്ടും മുകളിലേക്ക് വന്നിരുന്നില്ലേ, കാണിച്ചിരുന്നില്ലേ? അതെ അതെ അത് അങ്ങനെ നാവ് ഉയരണമെന്നുണ്ടോ ഈ അക്ഷരങ്ങൾ അതെ. ഈ പറയുമ്പോ? അക്ഷരങ്ങൾ പറയുമ്പോ ഒക്കെ നാവ് ഉയരും, വായ് നിറയ്ക്കും, വായ് നിറച്ചു ഉയരുണ്ട് അല്ലേ? ഉയരണം. ഉയരുന്നുണ്ട് എന്നല്ല, ഉയരണം. വായ് നിറച്ചുച്ചരിക്കേണ്ട ഹർഫുകളാണിത് എപ്പോഴും. അതാണ് ഓക്കെ. ദാഇമൻ അത് എന്ന് പറയുന്നത്. എന്താ പറയാ, മേൽഭാഗത്തുള്ള അക്ഷരമായിട്ട് മാത്രല്ല അല്ലെ അങ്ങനെ അല്ല വന്നിട്ടുള്ളത്? അങ്ങനൊന്നല്ല. വ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പല്ലിന്റെ ഇടയിൽ വരുന്നതാണ്. രണ്ട് പല്ലിന്റെ ഇടയിൽ വെച്ചിട്ടാണ് വ വ. അപ്പൊ മാറി പോ വരുന്ന സമയത്ത് പോ, അതായത് മോളുടെ പല്ലിന്റെ പിന്നെ മോണയുടെ ഭാഗത്തായിട്ടാണ് അത് വരുന്നത്. അങ്ങനെ ഓരോന്ന് അത് വരുമ്പോ രണ്ട് പല്ലിന്റെ നീളം ഒക്കെയാണ്. അത് നമ്മൾ വിശദമായിട്ട് വേറെ പഠിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മൾ തൊണ്ടയുടെ ഹർഫുകൾ പഠിച്ചതുപോലെ തന്നെ ഈ ഓരോ ഹർഫുകളും എവിടുന്നാണ് പുറപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിയെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് മാത്രം നമ്മൾ ഇന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഇപ്പം തന്നെ നാട്ടിൽ ഒരുപാട് സമയമായിട്ടുണ്ട്, പെണ്ണുങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും പിന്നെ കുറച്ചും കൂടി പറയാനുണ്ടായിരുന്നു. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഇന്ന് തൊണ്ടയുടെ പിന്നെ 6 ഹർഫുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് എവിടുന്നൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങോട്ട് ക്ലിയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഹർഫുകൾ അവിടുന്ന് തന്നെയാണോ വരുന്നതെന്ന് നിങ്ങളെ മെൻറ്ററോട് ചോദിച്ചാൽ മെൻറ്റർ ക്ലിയർ ചെയ്യും. നിങ്ങൾ അതിൻ്റെ മെൻറ്റർ ഫ്രീ പിന്നെ എന്തെങ്കിലും തിരക്കുവോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലേ നേരെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മറുപടി തരുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ മറുപടി തരും. അത് നിങ്ങൾക്ക് ഇതാക്കണ്ട. അപ്പോൾ 6 ഹർഫുകൾ കൃത്യമായിട്ട് അവിടുന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്യാൻ നോക്കുക. അവിടുന്ന് തന്നെ വരണം. ആ ഒരു പരമാവധി അവിടുന്ന് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോഴേ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് അക്ഷരങ്ങൾ, ഹർഫ്. പിന്നെ അറബി അക്ഷരം 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് മുഫഹമയും ഒന്ന് മുറക്കക്ക. അതേപോലെ ഇസ്തിഅല എന്ന് പറയും, ഇസ്തിഫാല എന്ന് പറഞ്ഞാൽ പിന്നെ സ്വരഭാരം, അസ്ഫൽ എന്നൊക്കെ പറയില്ല, അടിഭാഗം എന്നൊക്കെ പറയാം. അത് താഴ്ത്തിയിട്ട് എന്നുള്ള താഴെ എന്നുള്ളത് ഉദ്ദേശിക്കുന്നതാണ്. മറ്റേത് പിന്നെ ഉയർത്തി ഉച്ചരിക്കേണ്ടത്. ഇങ്ങനെ ഈ രണ്ടെണ്ണാണ്. അത് നമ്മൾ ഇനി ഉപയോഗിക്കുക ഇസ്തിഅല എന്നല്ല, ഹുറൂഫുൽ മുഫഹമ എന്നായിരിക്കും പറയാം. പക്ഷേ ഇസ്തിഅലാന്റെ അക്ഷരം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. ഹുറൂഫുൽ മുഫഹമ ഏതാന്ന് ചോദിച്ചാലും പറയാൻ കഴിയണം. ഈ 7 ഹർഫുകളാണ്. ഹുസ്സ ദഗ്തിൻ ഖിൽ എന്നാണ് അത് നിങ്ങൾ പറയല്. പിന്നെ ഒരു ഇതായിട്ട് ഇനി ഇടക്ക് മുഫഹമയാവുന്ന ഹർഫുകൾ പഠിക്കാനുണ്ട്. ഏതൊക്കെ അതിൻ്റെ ഇതൊക്കെ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇസ്മുൽ ജലാലയാണ്. ചില സമയങ്ങള് പിന്നെ മുഫഹമയായിട്ട്. പിന്നെ ഒന്നാമത്തെ ഹാല് പഠിക്കാനുണ്ട്. ഈ അക്ഷരങ്ങൾക്ക് പിന്നെ ഇത് കൊടുത്തുകേറ്റ് പഠിക്കാനുണ്ട്. തഹജി തുടങ്ങാനുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതൊക്കെ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, തഹജി പറഞ്ഞിങ്ങേറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള വാക്കുകളായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ സമയമില്ലാത്തതല്ല, കൂടുതലായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരുത്തത്തെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ നമുക്ക് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ പല ആളുകളും പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കും. നമ്മുടെ കുടുംബക്കാർ, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ എളുപ്പത്തിൽ നീക്കി സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നിങ്ങളിൽ ഒരാൾ ഈ ഒരു പിന്നെ സംഭവം നമ്മളൊരു സദസ്സ് പിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയാണ്. ആരെങ്കിലും ഒരാൾ ഇത് ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞോളൂ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. എല്ലാവരും പറഞ്ഞോളൂ. അള്ളാഹുവെ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. നീ അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുകയും നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു എന്നാണ്. അത് നിങ്ങളും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ
ഇതിൽ പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇതേ ഒരു പ്രാർത്ഥന പതിവാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കാണാം. സമയം കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. ഇതിൻ്റെ PDF ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.